അങ്ങനെ മാനസ വന്നിട്ട് സുനിലിനെ വിളിക്കാട്ടോ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സുനിൽ ആകെ അത്ഭുതത്തോടെ നോക്കുകയാണ് മാനസയെ കാണുമ്പോൾ. സുനിലേട്ടാ, ഇവിടെ ഇരുന്നും എഴുന്നേൽക്ക്, ഇനി ഇവിടെ കിടക്കണ്ട എന്ന് പറയാൻ ട്ടോ. അപ്പോൾ സുനിൽ ആകെ അത്ഭുതപ്പെടുകയാണ്. എന്താ മാനസ്, ഞാൻ ഒരാൾക്കും ശല്യമില്ലാതെയല്ലേ ഇവിടെ കിടക്കുന്നത് എന്ന് പറയാൻ. അതെ, ഇനി ഇവിടെ കിടക്കണം, എന്റെ റൂമിലേക്ക് വാ എന്ന് പറയാൻ. ഇത് കേൾക്കുന്ന സുനിൽ സന്തോഷം കൊണ്ട് ചിരിക്കുകയാണ്. എന്നിട്ട് കണ്ണു തിരുമ്മി വീണ്ടും റിയൽ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കയ്യിലൊക്കെ നുള്ളി നോക്കുകയാണ് ട്ടോ. ഇതെല്ലാം അപ്പുറത്തു നിന്നും ജയ കാണുന്നുണ്ട്. അവൾക്കും ഒത്തിരി സന്തോഷമാവാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് മാനസ മുന്നിൽ നടക്കാണ്ട് പിന്നാലെ തന്നെ അവന്റെ പില്ലോയും ബ്ലാങ്കറ്റും എല്ലാം വാരിയെടുത്ത് നല്ല സന്തോഷത്തോടു കൂടി തന്നെ അവൻ സ്റ്റെപ്പ് കയറി മുകളിലെത്തുകയാണ്. മാനസ വരുന്നത് കണ്ട് ജയ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിലെത്തിയ മാനസ ബെഡിൽ പോയി ഇരിക്കാണ്ടോ. പിന്നാലെ തന്നെ സുനിലും കയറി ചെല്ലുന്നുണ്ട്. അവൻ ഡോറൊക്കെ പതിയെ അടക്കാണ്. എന്നിട്ട് അവന്റെ പില്ലോയും ബ്ലാങ്കറ്റും ബെഡിൽ കൊണ്ടുവന്നിട്ടാണ്. എന്നിട്ട് അതിൽ ചാടി കയറി കിടക്കുകയാണ്. അപ്പോൾ മാനസയുടെ സ്വഭാവം മാറുകയാണ്. സുനിൽ പറയുന്നത്, മാനസ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മാനസ പറയുന്നത്, ഇനി അങ്ങോട്ടും ദിവസങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സുനിൽ പറയുന്നുണ്ട്, താൻ കിടക്കുന്നില്ലേ, വാ വന്ന് കിടക്കുകയും നമുക്ക് കിടന്നുകൊണ്ട് സംസാരിക്കാം, എഴുന്നേറ്റ് എന്ന് പറയാൻ ട്ടോ മാനസ. എന്നിട്ട് അവന്റെ പില്ലോയും ബ്ലാങ്കറ്റും എടുത്ത് അവൾ നിലത്തേക്കിടുകയാണ്. ഇനി മുതൽ ഞാൻ ബെഡിലും സുനിൽ ഇവിടെ താഴെയുമായിരിക്കും കിടക്കാൻ പോകുന്നത്. അയ്യോ, ഞാൻ നിലത്തൊന്നും കിടക്കില്ല, എനിക്ക് മേലാകെ വേദനിക്കും എന്നൊക്കെ പറയാൻ. അതൊന്നും സാരമില്ല, അതൊക്കെ ശീലായിക്കോളും എന്ന് പറഞ്ഞിട്ട് അവൾ താഴെ വിരിക്കാണ്ട് എന്നിട്ട് പില്ലോയും വെക്കാണ്ട് എന്നിട്ട് സുനിലിനോട് അതിൽ ഇറങ്ങി കിടക്കാൻ പറയാം. അപ്പൊ സുനിൽ പറയും, ഇതിലും നല്ലത് അവിടെ സെറ്റിൽ കിടക്കുന്നതായി, വെറുതെ ഓരോന്ന് മോഹിച്ചു വന്നു, ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയായി എന്നൊക്കെ പറയാൻ ട്ടോ. അങ്ങനെ അവൻ അതിൽ കയറി കിടക്കുകയാണ്. മാനസ പറയുന്നത്, ഞാനൊരു ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്, അത് നിറവേറ്റുന്നതുവരെ എന്റെ കൂടെ നിൽക്കാമെങ്കിൽ സുനിലേട്ടനെ ഇവിടെ കിടക്കാം, ഇല്ലെങ്കിൽ താഴെ പഴയ സ്ഥലത്ത് തന്നെ കിടക്കേണ്ടി വരും എന്ന് പറയാണ്. അയ്യോ എന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് അവൻ കിടന്നുകൊണ്ട് തിരിഞ്ഞു മറിഞ്ഞു കിടക്കാൻ. ഇതെല്ലാം മാനസ മറിഞ്ഞു നിന്ന് ചിരിക്കാൻ ട്ടോ. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. അവിടെ ACPയുടെ ഓഫീസിലെ ഭാവനെ സൂര്യയും ഭാനുവിനെയും കൊണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെ ജയേഷും എത്തിയിട്ടുണ്ട് കേട്ടോ. നിമിഷങ്ങൾക്കകം അർജുനും അവിടെ എത്തുകയാണ്. അർജുൻ വരുന്നതോടെ എല്ലാ പോലീസ് ഓഫീസേഴ്സും ACP അടക്കം എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യാൻ ട്ടോ. അങ്ങനെ അർജുൻ ACPയുടെ സീറ്റിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഭാവന സൂര്യ, എന്നാൽ പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, ഇന്ന് തന്നെ ഒരു തീരുമാനവും ഉണ്ടാക്കാം. ആദ്യം ജയേഷ് ഇവിടെ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം പറയണം. ഭാവനയും സൂര്യയും ഭാനുവിനെ കൊണ്ട് പുറത്ത് നിൽക്കൂ എന്ന് പറയാൻ ട്ടോ. അങ്ങനെ ഭാവനയും സൂര്യയും ഭാനു കൂടി പുറത്തേക്ക് ഇറങ്ങാണ്. ശേഷം ACP ചോദിക്കുന്നുണ്ട്, ജയേഷ് ഭാനുവിനെയാണോ ആദ്യം പരിചയപ്പെടുത്തത്, ഭാനു ജയേഷിനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ജയേഷ് പറയുന്നത്, ഞാൻ ഭാനുവിനെ തന്നെയാണ് പരിചയപ്പെട്ടത്. എവിടെ വെച്ചാണെന്ന് ചോദിക്കുന്നുണ്ട്. കോളേജിൽ വെച്ച് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പറയാൻ ട്ടോ. അപ്പോൾ ACP പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങൾ ഭാനുവിനെ പരിചയപ്പെട്ടത് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് വിശദമാക്കി പറയാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ജയേഷ് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ട്ടോ. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അന്ന് ഭാനുവിനെ ലഹരി കലക്കി കൊടുത്തത് ലാബ് ടെസ്റ്റിൽ തെരഞ്ഞിരിക്കുന്നത് അനസ്തേഷ്യക്ക് ഉപയോഗിക്കുന്ന മരുന്നാണ് അതിൽ ഉപയോഗിച്ചത് എന്നാണ്. അതിന്റെ അളവ് കൂടിയിരുന്നെങ്കിൽ ഇന്ന് ഭാനു ജീവനോടെ ഉണ്ടായിരിക്കില്ല എന്ന് പറയാൻ ട്ടോ. അത് ഒരു മെഡിക്കൽ സ്റ്റുഡന്റായ നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങളായിരുന്നില്ല ഇതിന്റെ പിന്നിൽ. മാത്രമല്ല അതേ ഹോട്ടലിൽ തന്നെയാണ് ഒരു റൂം എടുത്തിട്ട് ഭാനുവിനെ അവിടെ താമസിപ്പിച്ചത്. ഷവർ ചെയ്തതും ശേഷം ഡ്രസ്സെല്ലാം മാറ്റി കൊടുത്തതുമെല്ലാം ജയേഷ് തന്നെയല്ലേ, അത് പ്ലാൻഡ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ജയേഷ് പറയുന്നുണ്ട്, ഒരിക്കലുമല്ല സാർ, അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി. എനിക്ക് ഒരിക്കലും എന്റെ ഭാനുവിനോട് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. വേണമെങ്കിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് അന്ന് എനിക്ക് അവളെ ഫിസിക്കലി മിസ്യൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. എനിക്ക് അങ്ങനെ അവളോട് ഒരിക്കലും ചെയ്യാനും കഴിയില്ല സാർ. അങ്ങനെയൊക്കെ വളരെ പാവത്തെ പോലെ പറയാൻ ട്ടോ ജയേഷ്. പിന്നെ എന്തിനാണ് ജയേഷ് ഭാനുവിന്റെ വീഡിയോ അവളുടെ സമ്മതമില്ലാതെ എടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജയേഷ് പറയുന്നത്, ഒരിക്കലും ഞാനത് ട്രാപ്പ് ചെയ്തതല്ല. ഞാനും ഭാനുമൊത്തുമുള്ള നല്ല നിമിഷങ്ങൾ അവൾക്ക് തന്നെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും ഞാൻ അവളുടെ ആപത്ത് സമയത്ത് എത്ര കെയർ ചെയ്തിട്ടാണ് അവളൊപ്പം കൂട്ടിയിരുന്നത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയാൻ. എല്ലാം കേട്ടതിനു ശേഷം അർജുൻ പറയുന്നുണ്ട്, എങ്കിൽ ജയേഷ് പുറത്തേക്ക് പൊക്കോളൂ, ഭാനുവിനോട് വരാൻ പറയൂ എന്ന് പറയാണ്. അങ്ങനെ ഭാനുവിനെ വിളിക്കാൻ ട്ടോ. ഭാനുവിനോട് ചോദിക്കുന്നുണ്ട്, ജയേഷിനെ ഭാനുവാണോ പരിചയപ്പെടുന്നത്, ജയേഷ് എന്ന് ഭാനുവിനെ പരിചയപ്പെടുകയായിരുന്നോ എന്ന് ചോദിക്കാൻ. ഭാനു പറയുന്നുണ്ട്, ജയേഷ് എന്നെ പരിചയപ്പെട്ടതാണ്. ശേഷമുള്ള കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട് ട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭാനു പറയാണ്. അവസാനം ഭാനുവിനോട് ഭാവനയെയും സൂര്യയെയും വിളിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഭാനു ചെന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് വരികയാണ് ട്ടോ. അപ്പോൾ അർജുനും ACPയും പറയുന്നുണ്ട്, രണ്ടുപേരുടെയും വാദം ഞങ്ങൾ കേട്ടു. രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്താതെ പോസിറ്റീവായി തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇതിനർത്ഥം ഭാനുവിന്റെയും ജയേഷിന്റെയും മനസ്സിൽ ഇപ്പോഴും അവരുടെ ആ ഒരു പഴയ ബന്ധം അത് തുറന്നു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. രണ്ടുപേരുടെ മനസ്സിൽ ഇപ്പോഴും ആ സ്നേഹവും പഴയ ഇഷ്ടവും എല്ലാം നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിൽ തന്നെ എത്തണം എന്ന് പറയാൻ ട്ടോ അർജുൻ. എങ്കിലും നമുക്ക് പുറത്തു നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ACPയോട് നന്ദിയൊക്കെ പറഞ്ഞതിന് ശേഷം അവർ 3 പേരും പുറത്തേക്ക് ഇറങ്ങാണ്. ഒപ്പം ഭാനുവും ജയേഷും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ട്ടോ. അങ്ങനെ അർജുൻ പറയുന്നുണ്ട്, എന്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടുപേരുടെയും വാദം കേട്ടിട്ട് അവർ ഇന്നും പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൽ രണ്ടുപേരുടെയും സംസാരത്തിൽ നിന്ന് തെളിഞ്ഞു കാണുന്നുണ്ട്. അതുകൊണ്ട് ഭാവന സൂര്യ, നമുക്ക് ഒരു കാര്യത്തിൽ തന്നെ എത്താം. ഇവ രണ്ടുപേരും സൗഹൃദം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഇത് വീട്ടുകാർ തമ്മിൽ പരസ്പരം സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര സീരിയസ് ആയിട്ടുള്ള പ്രശ്നമൊന്നുമില്ല എന്ന് പറയാൻ ട്ടോ. അങ്ങനെ ജയേഷ് ഭാനുവിനോട് പറയുന്നുണ്ട്, ഭാനു ഒന്ന് മുന്നോട്ട് നിൽക്കാമോ, എനിക്കിനോട് സംസാരിക്കാം. പരസ്പരം ഇഷ്ടപ്പെടുന്ന
ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഭാനുവിനെ ഇനി ശല്യപ്പെടുത്താൻ എന്റെ കൂടെ വരില്ല. ഇത്രയൊക്കെ പറയാതെ ഞാൻ ഇവിടെ നിന്ന് പിരഞ്ഞ് എന്റെ മനസ്സിൽ കുറ്റബോധം തിങ്ങി നിൽക്കും. ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെയായിരിക്കും എനിക്ക് പിന്നീട് അങ്ങോട്ട് തോന്നുക. അതുകൊണ്ട് എല്ലാം ഇവിടെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അർജുനോടൊക്കെ നന്ദി പറഞ്ഞ ശേഷം അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ ജയേഷ്. ശേഷം അർജുൻ പറയുന്നുണ്ട്, ഇത്രയുള്ളൂ ഭാവന പ്രശ്നം. അതുകൊണ്ട് അവർക്ക് പരസ്പരം ഇഷ്ടമാണ്, നേരത്തെ ആലോചിച്ച ആ വിവാഹാലോചന നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഭാവനയ്ക്കും സൂര്യക്കും വലിയൊരു താല്പര്യമില്ല. എങ്കിലും അവർ ഒന്നും പറയുന്നില്ല കേട്ടോ. ഭാവന പറയുന്നുണ്ട്, ഇനി ഞങ്ങൾ സമ്മതിച്ചാൽ അമ്മയും സേതുവേട്ടനും ഇതിനൊരിക്കലും സമ്മതിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഭാനുവിന് ഈ കാര്യത്തിൽ സമ്മതമാണെങ്കിൽ ഞാൻ ഭാവനയുടെ അമ്മയും ചേട്ടനുമായിട്ട് സംസാരിക്കും. എന്നിട്ട് നമുക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനത്തിലെത്താം എന്ന് പറയാൻ കേട്ടോ. എന്താ ഭാനു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭാനുവിന് സമ്മതമാണ് എന്ന് അവൾ പറയാൻ കേട്ടോ. ഇതെല്ലാം മൗനത്തോടു കൂടി തന്നെ നോക്കി നിൽക്കാൻ കേട്ടോ ഭാവന. ശേഷം അർജുൻ പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങൾ നടക്ക്, ഞാൻ നിങ്ങളുടെ പിന്നാലെ തന്നെ വരാം വീട്ടിലേക്ക് എന്ന് പറയാണ്. അങ്ങനെ സൂര്യയും ഭാവനയും ഭാനുവും അവരുടെ വണ്ടിയിലും തൊട്ടു പിന്നാലെ തന്നെ അർജുൻ ജഡ്ജിയുടെ വണ്ടിയിലും വരികയാണ് കേട്ടോ. അങ്ങനെ ഭാവനയുടെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഭാവന അർജുനെ അവരുടെ വീട്ടിനകത്തേക്ക് സ്വീകരിച്ചിരുത്തുകയാണ് കേട്ടോ. ശേഷം അവൾ അമ്മയെ സേതുവേട്ട എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ എത്തുകയാണ് കേട്ടോ. ഗായത്രി ആദ്യം വരുന്നുണ്ട്, എന്താ ഭാവന എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ സോഫയിൽ സൂര്യയോടൊപ്പം അർജുൻ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വരികയാണ്. പിന്നീട് മായയും സേതുവും ഭാമയും എല്ലാവരും അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അർജുനെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. അർജുൻ പറയുന്നുണ്ട്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ നിങ്ങളോട് എല്ലാവരും ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ക്ഷമയോടുകൂടി എല്ലാവരും കേട്ടതിന് ശേഷം വേണം ഒരു യുക്തിപരമായിട്ടുള്ള ആൻസർ എടുക്കാൻ എന്ന് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നും മനസ്സിലാവരുടെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ഭാവന അവിടെ മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഇന്ന് ഭാനുവിനെയും ജയേഷിനെയും ഞാൻ ACPയുടെ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. അങ്ങനെ ഞാനും ACPയും അവരോട് രണ്ടുപേരോടും സെപ്പറേറ്റ് ആയിട്ട് നിന്നെ മാറ്റി നിർത്തി സംസാരിച്ചിരുന്നു. അങ്ങനെ അവർക്ക് രണ്ടുപേർക്ക് പറയാനുള്ളതെല്ലാം ഞങ്ങൾ കേൾക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഭാനുവിനും ജയേഷിനും ഒരിക്കലും പിരിയാൻ കഴിയില്ല. അവർ അവരുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. ഇനി ഭാനുവിന്റെ ഭാവി നോക്കുകയാണെങ്കിൽ ജയേഷ് മൊത്തമുള്ള ജീവിതം തന്നെയായിരിക്കും അവർക്ക് സേഫ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും സമ്മതമുണ്ടെങ്കിൽ ഭാനുവിന്റെയും ജയേഷിന്റെയും വിവാഹം നടത്തി കൊടുക്കണം. അതായിരിക്കും ഇതിനെല്ലാത്തിനും പരിഹാരം. ബാക്കിയെല്ലാം അവർക്കിടയിലും നിങ്ങൾക്കിടയിലും വന്ന ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ അർജുൻ. ഇത് കേൾക്കുമ്പോൾ ഗായത്രിക്കും സേതുവിനും മറ്റാർക്കും ഇതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ കാണിച്ചു കൂട്ടിയ ആ ദ്രോഹിക്ക് ഇനിയും ഭാനുവിനെ വിവാഹം കഴിച്ചു കൊടുക്കാനോ ഒരിക്കലും പറ്റില്ല എന്ന് സേതു പറയാണ്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഇവിടെ സേതുവായിട്ട് പ്രാക്ടിക്കലി ചിന്തിക്കാം. നമ്മൾ മുതിർന്നവർ തന്നെ നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഭാനു നിശ്ചയിച്ചു പോയാലായിരിക്കും അവളുടെ ജീവിതം. അതായത് സംസാരത്തിനിടെ എനിക്ക് അവളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ജയേഷിന് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി അവൾക്ക് ഒരിക്കലും ഒരു വിവാഹ ജീവിതം ഉണ്ടാകില്ല എന്ന്. ആ ഒരു ഉറച്ച തീരുമാനമാണോ എടുക്കേണ്ടത്? അതിനോടൊപ്പമാണോ നമ്മൾ എല്ലാവരും നിൽക്കേണ്ടത്? അതോ ജയേഷ് മുത്തുള്ള അവൾക്ക് ആഗ്രഹിച്ച സന്തോഷമുള്ള ജീവിതമാണോ കൊടുക്കേണ്ടത് എന്ന് ചോദിക്കാണ്ട് ആരും ഒരു നിമിഷം ഒന്നും പറയാതെ നിൽക്കുകയാണ്.